വർഷം മുഖ്യമന്ത്രിയായ സ്ഥാനത്തേക്ക് തോറ്റു, വളരെ ദയനീയമായി തോൽവി ഏറ്റുവാങ്ങി. അതിനുശേഷം ഇനി പ്രതിപക്ഷ ദയനീയമായി തോൽവി 19,000 വോട്ടിൽ ജയിച്ചത് അതേനാരും ദയനീയമായി തോൽവി കേരളത്തിലാകെ അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ദയനീയമായി തോൽവി മുന്നണി ഏറ്റുവാങ്ങി. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വേണ്ട എന്നാണ് സിപിഐയുടെ നേതൃയോഗത്തിൽ ഉയർന്ന അഭിപ്രായം. മാത്രമല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം സിപിഐക്ക് കൊടുക്കണം, പറയട്ടെ, ഉപനേതാവ് സ്ഥാനം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സിപിഐ. സിപിഐ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് അന്വേഷിച്ചാൽ മതി. സിപിഐയുടെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പത്രസമ്മേളനത്തിലെ വാർത്ത ഇന്ന് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനത് ജനകീയം പത്രത്തിൽ വന്ന വാർത്ത പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വാർത്തയിലൊന്നും താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവിന്റെയും ഒക്കെ പ്രശ്നം കേരളത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സിപിഐക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. സിപിഐയുടെ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിവരമാണ്. അവിടെ അഖിലേന്ത്യാ പാർട്ടി നേതൃത്വം സംസാരിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങളത് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. സാധാരണ കീഴ്വഴക്കമനുസരിച്ച് സിപിഐഎം തീരുമാനിക്കേണ്ടതാണ് ആരാണ് പ്രതിപക്ഷ നേതാവ്. അതിവിടുത്തെ സിപിഐ നേതൃത്വവും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സിപിഐഎം ആണ് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ആവാൻ പാടില്ല എന്ന നിലപാട് സിപിഐ എടുത്തതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എടുത്തതായിട്ടുള്ള ഒരു വിവരവും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അതാണ് ഇതിന്റെ കാര്യം. ഉപനേതാവ് എന്നുള്ളത് അവരുടെ അഭിപ്രായം പറഞ്ഞു, അത്ര കാര്യമുള്ളൂ. അങ്ങനെ എടുത്താൽ മതി. അത് അവര് പറയാലോ, ഒരു പാർട്ടി എന്നുള്ളവർക്ക് പറയാലോ. അതെങ്ങനെ എടുത്താൽ മതി, അത് തീരുമാനമല്ലല്ലോ. എങ്ങനെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സിപിഐ വിശദീകരിക്കേണ്ടുന്ന പ്രശ്നം എന്നോട് ചോദിക്കല്ല. അത് അവരോട് നിങ്ങൾ സംസാരിച്ചോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെ കുറിച്ച് ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തവണയാണ് യോഗം ചേർന്നത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം. അതിനൊരു പ്രാഥമികമായ അവലോകനം നടത്തി. ആ അവലോകനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തിരിച്ചടിയേറ്റു ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ. അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തിരുത്തേണ്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തും. ഇത്രയും കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആലോചിച്ചത്. അതല്ലാതെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം താഴെ പാർട്ടി നിലവാരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ വരട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജൂൺ അവസാനം യോഗം ചേർന്ന് ഇതിന്റെ മറ്റ് തുടർ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോഴും പറയാനുള്ളൂ. ഇനി അതിന്റെ പുറത്ത് സിപിഐ എടുത്ത തീരുമാനത്തെ കുറിച്ചോ സിപിഐയുടെ നിലപാടല്ലേ, അത് അവര് വിശദീകരിച്ചോട്ടെ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് എന്റെ തലയിൽ വെക്കല്ല ദയവ് ചെയ്തിട്ട്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സിപിഐ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു താങ്കൾ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉന്നയിച്ചിട്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞത് ടി.പി. രാമകൃഷ്ണൻ അങ്ങനെ പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ തന്നെ അത് വസ്തുതയാണെന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോ ഉണ്ടാവും. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ അഭിപ്രായത്തിൽ കിടക്കട്ടെ, എന്റെ അഭിപ്രായത്തിൽ ചേർക്കല്ലത്. ഇല്ല, ആശാസമരത്തിനൊക്കെ അന്ന് തന്നെ ക്ലാരിറ്റി വരുത്തിയതാ. ഇല്ല, ആശാസമരത്തോടെടുത്ത നിലപാട് തെറ്റായിരുന്നു എന്നുള്ളത് എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല. കാരണം ആശാസമരത്തിന്റെ ലക്ഷ്യം പ്രശ്നം പരിഹരിക്കലായിരുന്നില്ല. ആശാസമരത്തിന്റെ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ ഗവൺമെന്റ് വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചില്ല. രാഷ്ട്രീയമായിട്ട് അതിനെ വേറെ വഴിക്കൂടെ തിരിച്ചുവിടാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് അതിന്റെ വിശദാംശങ്ങളൊന്നും പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല.